എംപിയായി സത്യപ്രതിജ്ഞ ശേഷം വയനാട് മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയുടെ പൊതുപരിപാടികൾക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുപരിപാടികൾ അറിയിക്കാത്തതിൽ കടുത്ത അതൃപ്തിയാണ് മുസ്ലിം ലീഗിനുള്ളത്. മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികളിൽ നിന്നും ലീഗ് നേതാക്കളും അണികളും വിട്ടുനിൽക്കുകയാണ്. നേരത്തെ കരിപ്പൂർ എയർപോർട്ടിൽ പ്രിയങ്കയെ സ്വീകരിക്കാനും ലീഗ് പ്രതിനിധികൾ എത്തിയില്ല. UDF വയനാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് അലി തങ്ങളെപ്പോലും സ്വീകരണ വിവരങ്ങൾ അറിയിച്ചില്ലെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതേസമയം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വണ്ടൂരിലെ പരിപാടികൾക്ക് ശേഷം അല്പസമയത്തിനകം എടവണ്ണയിലെത്തും. എടവണ്ണയിലെ സ്വീകരണ വേദിയിൽ നിന്ന് അഷ്കർ അലി കരിമ്പ ചേരുകയാണ് വിവരങ്ങളുമായി. അഷ്കർ, ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ലീഗ് നേതാവിനെ പോലും ക്ഷണിച്ചില്ല പരിപാടികളിലേക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണിപ്പോൾ നേതാക്കൾ പറയുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? വിനിത, ഞാനിപ്പോൾ നിൽക്കുന്നത് എടവണ്ണയിലാണ്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് പ്രിയങ്കയുടെ വാഹന വ്യൂഹമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പ്രിയങ്ക ഇപ്പോൾ ഇതുവഴി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിൽ തന്നെ ഇവിടുത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ആഘോഷപൂർവ്വം ആർഭാടപൂർവ്വം പ്രിയങ്കയെ വരവേൽക്കുമ്പോഴും അല്ലെങ്കിൽ അതിനുവേണ്ടി വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പോലും UDF അത് വലിയൊരു കല്ലുകടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയങ്കയുടെ ഇത്തരത്തെ വരവ് UDF വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ വലിയ തോതിൽ കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ലീഗ് ഉയർത്തുന്നത്. വലിയ അതൃപ്തിയാണ് ലീഗ് നേതൃത്വം പ്രകടിപ്പിക്കുന്നതും. പ്രത്യേകിച്ച് പ്രിയങ്കയും രാഹുലും ഒക്കെ സാധാരണ കേരളത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഈ ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും ലീഗ് നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പ്രിയങ്കയ്ക്കും രാഹുലിനൊപ്പം വേദി പങ്കെടുത്തതുമാണ് നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ച. എന്നാൽ ഇത്തവണ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പ്രിയങ്കയും രാഹുലും എത്തുന്നതിൻ്റെ പരിപാടി ക്രമങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഷെഡ്യൂളുകളെക്കുറിച്ചോ ഒന്നും തന്നെ ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ആരും തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ പരാതി. അങ്ങനെ ആരും തന്നെ പരിപാടികൾക്ക് ക്ഷണിക്കുകയോ പരിപാടികൾ അറിയിക്കാൻ പോലും തയ്യാറാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കരിപ്പൂരിൽ പ്രിയങ്കയോ അല്ലെങ്കിൽ രാഹുലോ വന്നിറങ്ങുമ്പോൾ അവിടെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ സ്ഥലം MLA എന്ന നിലയിൽ കൊണ്ടോട്ടിയിലെ TV ഇബ്രാഹിം MLA അല്ലെങ്കിൽ ജില്ലയിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി മലപ്പുറം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അടക്കമുള്ളവർ എത്താറുണ്ട്. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അൽ തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ എത്താറുണ്ട്. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി പോലും കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ല. VD സതീഷ് അടക്കമുള്ള AP അൽകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ രാവിലെ മുക്കത്തും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വണ്ടൂരും കരുളായും അടക്കം 2 പരിപാടികൾ പിന്നിട്ട് ഈ 2 പരിപാടികളിലും മുസ്ലിം ലീഗിൻ്റെ ഒരു മുതിർന്ന നേതാവും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ആ സ്ഥലത്ത് നിന്നുള്ള നിലമ്പൂരിൽ നിന്നുള്ള MP കൂടിയായിട്ടുള്ള PV അബ്ദുൽ വഹാബ് MPയും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ MP അടക്കമുള്ളവർ വേദിയിലേക്ക് എത്തുമെന്നായിരുന്നു ഇത്തരത്തിൽ UDF കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവരാരും തന്നെ ഇതുവരെ അഥവാ ലീഗിൻ്റെ മുഖങ്ങൾ ആരും തന്നെ ഇതുവരെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ടിട്ടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ വലിയ അതൃപ്തി പരസ്യമായി തന്നെ ലീഗ് നേതൃത്വം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അഥവാ UDFൻ്റെ വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. പക്ഷേ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട് UDFൻ്റെ മണ്ഡലം ചെയർമാൻ കൂടിയായിട്ടുള്ള അബ്ബാസ് അലി തങ്ങളെപ്പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും തന്നെ അറിയിക്കുകയോ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ സാദിഖ് അൽ തങ്ങൾ അടക്കമുള്ള പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം എപ്പോഴും വേദി പങ്കിടാറുള്ള ഈ നേതാക്കളെയും ഔദ്യോഗികമായി ക്ഷണിക്കുകയോ അല്ലെങ്കിൽ പരിപാടിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ല. ലീഗിനെ തന്നെ പരിപാടിയുടെ വിവരങ്ങളും തന്നെ ഒന്നും ഔദ്യോഗികമായി അറിയിച്ചില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ പരാതി. ആ പരാതിയിൽ അതിൽ കടുത്ത അമർഷവും അതൃപ്തിയുമാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. അതിന് പരസ്യ പ്രതികരണം തന്നെയാണ്. ഈ നേരം വരെ ഒരു ലീഗിൻ്റെ പ്രധാനി പോലും ഇത്തരത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രിയങ്കയുടെ വേദിയിലേക്ക് എത്താതിരുന്നത്, കരിപ്പൂർ എയർപോർട്ടിൽ എത്താതിരുന്നത് അതിൻ്റെ അവരുടെ കടുത്ത അമർഷത്തിൻ്റെയും പരസ്യ അതൃപ്തിയുടെയും സൂചനയാണ് എന്നാണ് ലീഗ് നേതൃത്വത്തിന് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു പ്രധാന പങ്ക് മുസ്ലിം ലീഗ് വോട്ടുകൾ തന്നെയാണ്. ഒരു നന്ദി പ്രകാശനം എന്ന രീതിയിലാണ് പ്രിയങ്ക വയനാട്ടിൽ എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ലീഗ് നേതാക്കളെ വിളിക്കാത്തത് സ്വാഭാവികമായും വലിയ അതൃപ്തി ഉണ്ടാക്കുമെന്ന ഉറപ്പു തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ BJPയുടെ വിമർശനവും നമുക്കറിയാമല്ലോ. മുസ്ലിം ലീഗിന്റെ MP എന്നാണ് പ്രിയങ്ക ഗാന്ധിയെ വിശേഷിപ്പിക്കുകയും ചെയ്തത്.
വിനിത, വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങളിൽ നിന്നാണ്. അതിൽ തന്നെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പോളിംഗ് ബൂത്തുകളൊക്കെ തന്നെ വലിയ ശതമാനത്തിൽ ലീഡ് ഉണ്ടാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ കരുത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ തോതിൽ ഗുണകരമായി എന്ന തരത്തിൽ യാതൊരു സംശയം വേണ്ട. വയനാട് നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം തന്നെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ടായിരുന്നു. അന്ന് അവിടെ റോഡ് ഷോ നടത്തുമ്പോഴടക്കം ഇത്തരത്തിൽ നേതാക്കളുണ്ടായിരുന്നു. പാലക്കാട് അബ്ബാസ് അലി തങ്ങളും സ്വാദിഖ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ രാഹുലിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ എല്ലാ റോഡ് ഷോകളും, വയനാട്ടിലെ എല്ലാ റോഡ് ഷോകളും അത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പങ്കെടുത്തിരുന്നു. ഓരോ തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴും എല്ലാം പങ്കെടുത്തിരുന്നു. പക്ഷേ ആദ്യമായി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം നന്ദി പറയാൻ വയനാട്ടിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ, മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്തെ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരിടത്ത് പോലും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാന നേതാവ് പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് ലീഗിൻ്റെ കടുത്ത അതൃപ്തി തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല BJP അടക്കം ഓരോ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗിലെ കൊടിയുടെ പേര് പറഞ്ഞ്, ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ പേര് പറഞ്ഞ് പലപ്പോഴും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെ വലിയ തോതിൽ വിമർശനത്തിന് ഇരയാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനടക്കം മുസ്ലിം ലീഗിൻ്റെ MP എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയെ BJP വിമർശിച്ചിരുന്നത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അവഗണന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിഷയത്തെ ഗൗരവമായി തന്നെ ലീഗ് പരിഗണിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ അതൃപ്തിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ലീഗിൻ്റെ നേതാക്കൾ ആരും തന്നെ ഇതുവരെ ഔദ്യോഗികമായ വേദികളിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, നാളെ നടക്കുന്ന വയനാട്ടിലുള്ള വേദികൾ പോലും ഇവർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയം നിലനിൽക്കുന്നു. എന്തായാലും അടിയന്തരമായി കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഇത്തരത്തിലൊരു പ്രശ്ന പരിഹാരത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, എടവണ്ണ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് MLA PK ബഷീറിന്റെ മണ്ഡലം കൂടിയാണ്. PK ബഷീർ MLA ഇവിടുത്തെ വേദിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. പക്ഷേ അദ്ദേഹം കൂടി എത്തിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായി വലിയ തോതിൽ അത് വിവാദത്തിലേക്ക് വഴിവെക്കും. ഇപ്പോൾ തന്നെ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് തന്നെ വിശദീകരിക്കുന്നത് കോൺഗ്രസിന്റെ പരിപാടിയായിട്ടാണ്, മറിച്ച് UDFന്റെ പരിപാടിയല്ല എന്നുള്ളൊരു വിശദീകരണം കോൺഗ്രസ് നേതൃത്വം നൽകുമ്പോൾ പോലും. ശരി, അങ്ങനെയാണ് വിശദീകരണമെങ്കിൽ പോലും വയനാട്ടിൽ UDF വോട്ടുകളിൽ മുസ്ലിം ലീഗിന്റെ വോട്ടുകളുടെ പങ്ക് നമുക്കറിയാം. മുസ്ലിം ലീഗിന്റെ പിന്തുണയെക്കുറിച്ച് നമുക്കറിയാം. ലീഗ് നേതാക്കളെ വിളിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. നാളെ ഇനി വയനാട്ടിൽ വലിയ സ്വീകരണ പരിപാടികളുണ്ട്. അതിലേക്ക് ലീഗ് നേതാക്കൾ എത്തുമോ, അവരെ ക്ഷണിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മലപ്പുറത്തു നിന്നും.